കരിയറിന്റെ ഒരു സമയത്ത് ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത ബിഗ് തിങ് എന്ന വിശേഷണം സ്വന്തമാക്കിയ താരമായിരുന്നു പൃഥ്വി ഷാ. എന്നാൽ പിന്നീട് പൃഥ്വി ഷായുടെ കരിയറിൽ വലിയ രീതിയിലുള്ള പിന്നോട്ട് പോക്കുണ്ടായി. 2025 IPL മോശം ഫിറ്റ്നസും ഫോമും മൂലം പൃഥ്വി ഷാ അൺസോൾഡായി മാറുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ കരിയറിൽ താൻ പിന്നോട്ടു പോകാൻ കാരണം തന്റെ സുഹൃത്തുക്കളാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പൃഥ്വി ഇപ്പോൾ. കരിയറിന്റെ ഈ സമയത്ത് താൻ കൈക്കൊണ്ട മോശം തീരുമാനങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്ക് നൽകിയ അനാവശ്യ പരിഗണനയുമാണ് മൈതാനത്തും മൈതാനത്തിനു പുറത്തും തന്നെ പിന്നോട്ടടിച്ചത് എന്ന് ഷാ തുറന്നു പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. എല്ലാവരും വ്യത്യസ്തമായാണ് അതിനെ കാണുന്നത്. ഇപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റായ തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ക്രിക്കറ്റിന് ഞാൻ വേണ്ട രീതിയിൽ സമയം നൽകിയില്ല എന്നത് വസ്തുതയാണ്. മുൻപ് ഞാൻ ഒരുപാട് പരിശീലനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഉദാഹരണമായി ഞാൻ നെറ്റ്സിൽ തന്നെ 3-4 മണിക്കൂർ നേരത്തെ ബാറ്റ് ചെയ്തിരുന്നു. ഒരിക്കലും ബാറ്റിങ്ങിനിടെ ഞാൻ ക്ഷീണിതനായിരുന്നില്ല. ഒരു ദിവസത്തിന്റെ പകുതിയോളം ഞാൻ മൈതാനത്ത് ചിലവഴിക്കുമായിരുന്നു. അതിനുശേഷം എന്റെ ജീവിതം എങ്ങോട്ടോ പോയി, പൃഥ്വി ഷാ പറയുന്നു. അതുവരെ അനാവശ്യമായി തോന്നിയിരുന്ന പല കാര്യങ്ങളും ഞാൻ ജീവിതത്തിൽ പരിഗണിക്കാൻ തുടങ്ങി. ഒരുപാട് മോശം കൂട്ടുകാരെ ഞാൻ സൃഷ്ടിച്ചു. കാരണം ആ സമയത്ത് ഞാൻ എല്ലാത്തിനും മുകളിലായിരുന്നു. അങ്ങനെ കുറച്ചധികം സൗഹൃദങ്ങളുണ്ടായി. അവർ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോയി. അങ്ങനെ കുറെ തെറ്റുകൾ സംഭവിച്ചു. അത്തരം ഒരു മോശം വഴിയിൽ നിന്ന് പിന്നീട് ഞാൻ നേരെയായ പാതയിലേക്ക് എത്തുകയായിരുന്നു. മുൻപ് 8 മണിക്കൂറോളം മൈതാനത്ത് പരിശീലനത്തിൽ ഞാൻ ഏർപ്പെട്ടിരുന്നു. ഇപ്പോൾ അത് 4 മണിക്കൂറാണ്, പൃഥ്വി ഷാ കൂട്ടിച്ചേർക്കുന്നു. 2018 ഇന്ത്യൻ ടീമിനായി പൃഥ്വി ഷാ തന്റെ ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ചത്. വിൻഡീസിനെതിരെ ഒരു സെഞ്ചുറി സ്വന്തമാക്കിയാണ് പൃഥ്വി വരവറിയിച്ചത്. അതോടെ സച്ചിൻ ടെണ്ടുൽക്കർ, വീരേന്ദ്ര സെവാഗ് തുടങ്ങിയ താരങ്ങളുമായി പൃഥ്വി ഷായെ എല്ലാവരും താരതമ്യം ചെയ്യാനും തുടങ്ങിയിരുന്നു. പക്ഷേ പിന്നീട് മോശം പെരുമാറ്റവും ഫിറ്റ്നസ് പ്രശ്നങ്ങളുമൊക്കെ പൃഥ്വിയെ ബാധിച്ചു. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.